പ്രേംലാലേ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 1-ാം വാർഷികം, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ മഹാരാജ്യം 1-ാം വാർഷികം ആ ഓർമ്മ പുതുക്കൽ നടത്തി. അപ്പോൾ ഈ ഓർമ്മ പുതുക്കൽ സമയത്ത് നമ്മുടെ നാവികസേന, അതായത് കരസേനാ മേധാവി 1-2 കാര്യങ്ങൾ അന്ന് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. മീഡിയകളെ കാണുന്ന സമയത്താണ് പറഞ്ഞത്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തിന് എത്രത്തോളം സൈനിക ശക്തി ഉണ്ട് എന്നുള്ളത് പാകിസ്ഥാനെ വല്ലാതെ ഞെട്ടലുളവാക്കി എന്നുള്ള കാര്യം ഒരു രാത്രി ചെറിയ രീതിയിലൊന്ന് നമ്മൾ പറയുമല്ലോ, ചെറുതായിട്ടൊന്ന് തോണ്ടി തിരിച്ച് കരണക്കുറ്റിക്ക് കൊടുത്തെന്നൊക്കെ പറയുന്ന പോലെ കണ്ണടച്ചു കൊടുത്ത പോലെയാണ് പാകിസ്ഥാന് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഴയ ഇന്ത്യ അല്ല, പാകിസ്ഥാനൊന്ന് ഓർത്ത് കളിച്ചാൽ ഇനി ഈ കിട്ടിയതൊന്നും പോരാ, ചരിത്രത്തിൻ്റെ ഏടുകളിൽ പോലും ചിലപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നോ എന്ന് പോലും പറയേണ്ടി വരും എന്നൊരു വലിയ മുന്നറിയിപ്പാണ് പാകിസ്ഥാന് മാത്രമല്ല നമ്മളെ നിസ്സാരക്കാരായി കാണുന്ന മറ്റു പല രാജ്യങ്ങൾക്കും കൊടുക്കുന്ന ഒരു താക്കീതായിരുന്നു. എന്താ അതിനെക്കുറിച്ചൊന്ന് പറയും? ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 1-ാമത് വാർഷികാചരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒരു ഇൻ്ററാക്ഷൻ സെഷൻ നടന്നിരുന്നു. ഈ സൈനിക മേധാവികളുമായിട്ട് പൊതുജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനായിട്ടുള്ള ഒരവസരം. അപ്പോൾ അതിൻ്റെ പേര് സേനാ സംവാദ് എന്നാണ്. അപ്പോൾ അതിൽ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പങ്കെടുത്തു. അപ്പോൾ ഒരു കുട്ടി ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിച്ചു, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് അതിലേക്ക് നയിച്ചതിന് സമാനമായ ഒരു പ്രശ്നം പാകിസ്ഥാൻ വീണ്ടും ഉണ്ടാകുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു പ്രതികരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇച്ചിരി പരിഹാസവും കൂടി കലർത്തിയാണ് പറഞ്ഞത്, അങ്ങനെ വീണ്ടും ഭീകരവാദികൾക്ക് താവളം ഒരുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ തീരുമാനിക്കണം നിങ്ങളുടെ സ്ഥാനം വേണ്ടത് ജിയോഗ്രഫിയിലാണോ അതോ ഹിസ്റ്ററിയിലാണോ എന്നുള്ളത്. ജിയോഗ്രഫി മീൻസ് ആ ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭൂപ്രദേശം അടയാളപ്പെടുത്തുന്നതിനെയാണ് ജിയോഗ്രഫി എന്ന് പറയുക. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം മുമ്പുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. ആ അവസ്ഥയിൽ ഉള്ള പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നടത്തുന്ന ഒരു മുന്നറിയിപ്പല്ല. ഈ ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരം വാണിങ്ങുകൾ പലവട്ടം പലരായിട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അന്നും ഇന്നും നിരന്തരമായ വെല്ലുവിളികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നയതന്ത്ര നീക്കം പാകിസ്ഥാൻ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. കിട്ടാവുന്ന അന്താരാഷ്ട്ര വേദി UN-ൽ പോലും പോയി ഇന്ത്യക്കെതിരെ വിലപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പ്രസക്തമായ കാര്യം, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു. അതെ. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് വലിയ രീതിയിൽ പരിമിതപ്പെടുത്തുന്ന ഒരു നടപടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് മാനുഷിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. കുടിവെള്ള വിതരണമൊക്കെ വലിയ രീതിയിൽ പാളിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാനുഷിക പരിഗണന എന്ന രീതിയിൽ ഇതിൽ നടപടി എടുക്കണം എന്ന ഒരു ആവശ്യവും പെട്ടാണ് അവർ പല വേദികളിലും ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വർത്തമാനമൊക്കെ നടത്തിയത്. പക്ഷെ ഇപ്പോഴും ഇന്ത്യ തീരുമാനമെടുത്തേക്കുകയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ ഒരു വ്യക്തത വരുത്താതെ ഇനി ആ കരാർ പുനഃപരിശോധിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് ആ കരാർ റദ്ദാക്കിയതെന്ന് കൂടി ഓർക്കണമല്ലോ. അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി പാകിസ്ഥാൻ നിർത്തണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ള ഭീകരവാദികൾക്ക് വേണ്ട വെള്ളവും വളവും കൊടുക്കുന്ന പരിപാടിയും പാകിസ്ഥാൻ നിർത്തണം. അത് നിർത്തിയെന്ന് മാത്രം പോരാ, അത് ഇന്ത്യക്ക് ബോധ്യപ്പെടുകയും വേണം. വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ പലവട്ടം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കൃത്യമായ നടപടി ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ വേദിയിൽ തന്നെ ഈ അന്താരാഷ്ട്ര വേദികളിൽ നേരത്തെ ഈ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ കണ്ണീരും കഥയുമായിട്ട് പോയ കഥ നമ്മൾ പറഞ്ഞു. അറിയാം. അപ്പോൾ അന്ന് പാകിസ്ഥാൻ ആണയിട്ട് പറയുന്നു, പ്രത്യേകിച്ച് അവരുടെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നു, ഒരു കാലത്ത് തീർച്ചയായിട്ടും ഇത്തരം വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് പാകിസ്ഥാനിൽ അവസരമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ. അതായത് പാകിസ്ഥാൻ ഒരു കുറ്റസമ്മതം നടത്തി, മുമ്പ് അങ്ങനെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനെയൊക്കെ തീവ്രവാദത്തെ തുടച്ചു നീക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരതങ്ങനെ പറയുമ്പോഴും നമുക്കതത്ര വിശ്വാസമെന്നല്ല, അതിന് നമുക്ക് ബോധ്യമായ തെളിവുകളില്ല.
അവരുടെ പ്രവൃത്തികൾ അങ്ങനെയാണ് ഇപ്പോഴും. കാരണം ഈ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയെ അത് അങ്ങനെ ഒരു മുദ്ര കുത്തണമല്ലോ. ഇന്ന സംഘടന അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയാണ്. അത് മുദ്ര കുത്തുന്നത് UN ആണ് ഒന്ന്, പിന്നെ അമേരിക്ക പ്രഖ്യാപിക്കും ഓരോ സംഘടനകളെ. അങ്ങനെ പ്രഖ്യാപിച്ച ഏതാണ്ട് 7ഓളം സംഘടനകൾ പാകിസ്ഥാനിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൽ ഒന്ന് ലഷ്കർ ഇ തോയ്ബ, അങ്ങനെയുള്ള കുറേ സംഗതികൾ. അതേപോലെ അവിടെയുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂറിന് കാരണക്കാരനായ ഭീകരവാദികളുണ്ടല്ലോ, അവരവിടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ പോലും സ്വാധീന ശക്തികളായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് സൈനിക സംരക്ഷണം വരെ കൊടുക്കുന്നു. അതെ, അവരുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ശവസംസ്കാരങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തത് പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവികളും രാഷ്ട്രീയ നേതൃത്വം ഒക്കെയാണ്. അതെ, അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് പാകിസ്ഥാൻ ആണയിടുന്നത് ഭീകരവാദികൾക്ക് എതിരെ ഞങ്ങൾ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ആസിഫ് സെയ്ദ് എന്ന് പറയുന്ന കക്ഷി, അദ്ദേഹം ഇപ്പോഴും അവിടെ സുരക്ഷിതനാണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഗതി. ഏതായാലും ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതിനെക്കുറിച്ച് നമുക്ക് പറയാതെ പോകാതെ നിവൃത്തിയില്ല. കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് ഈ പഹൽഗാമിൽ ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. 26 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ആ ഇതുവരെ നടന്ന ഭീകരാക്രമണങ്ങളിൽ നിന്ന് പഹൽഗാമിനെ വേറിട്ട് നിർത്തുന്നത് അംഗസംഖ്യയുടേതല്ല. 26-ൽ അധികം പേര് കൊല്ലപ്പെട്ട ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആ ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയവർ അവരുടെ ഇരകളെ തിരഞ്ഞെടുത്ത് അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെ, അപ്പം അങ്ങനെയുള്ളൊരു വൃത്തികെട്ട ചരിത്രം കൂടി ഈ ഭീകരാക്രമണ ആസൂത്രണ പദ്ധതിക്ക് പിന്നിലുണ്ട്. അപ്പോൾ അതിനെതിരെ ഇട്ട സൈനിക നടപടിക്ക് കൊടുത്ത പേരും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു, ഓപ്പറേഷൻ സിന്ദൂർ. അതായത് ഭാര്യയുടെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ, അവർ മധുവിധം ആഘോഷിക്കാൻ വന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ, അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ആ സിന്ദൂരം അത് ആ പ്രതീകവൽക്കരിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സംഗതി നടപ്പിലാക്കിയത്. മെയ് 7-ാം തീയതി തുടങ്ങി മെയ് 10-ാം തീയതി അവസാനിച്ചു. 88 മണിക്കൂർ നീണ്ടു നിന്ന ഒരു സൈനിക ഓപ്പറേഷൻ നമ്മൾ തുടങ്ങി അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിച്ചതിൻ്റെ കഥയൊക്കെ വേറെയുണ്ട്. എന്നിരുന്നാലും ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ തുടങ്ങുന്നത് പോലെ തന്നെ നിർത്തുന്നതും വളരെ പ്രധാനമാണ് എന്നുള്ളത് കൂടി അടിവരയിട്ടുകൊണ്ടാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. അതങ്ങനെ അടിവരയിടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇറാനിൽ അമേരിക്ക കിടന്ന് വെള്ളം കുടിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 1ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മുടെ നിലപാടുകൾ കൃത്യമാണ്. ഇപ്പോഴും പറയുന്നത് ഇനിയും ഇതേപോലൊരു നിലപാടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഒറ്റപ്പെട്ട അധ്യായമല്ല, അതിന് തുടർച്ചയുണ്ടാകും. ആ നിലപാടുകൾ തുടരും. അക്കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട.